ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്നത്തെ റെസിപ്പി അമ്മയുടെ സ്പെഷ്യൽ ചിക്കൻ തോരനാണ്. ഇനി നമുക്ക് ചിക്കൻ തോരൻ തയ്യാറാക്കാം. അതിനുവേണ്ടി സ്റ്റൗ ഓണാക്കി പാൻ അടുപ്പിലേക്ക് വെച്ച് പാൻ ചൂടായി വരുമ്പോഴേക്കും എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം അരിഞ്ഞു വെച്ചിരുന്ന ചെറിയ ഉള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ചതച്ചു വെച്ചിരുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. നമ്മളിപ്പോൾ നാട്ടിലാണുള്ളത്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ല ഗോൾഡൻ കളറായി വരുമ്പോഴേക്കും ഒരു തക്കാളിയും 2 വലിയ പച്ചമുളകും ചേർത്ത് കൊടുക്കാം. തക്കാളി വരണ്ട് വരുമ്പോഴേക്കും അരിഞ്ഞു വെച്ചിരുന്ന ചെറിയ ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചിക്കൻ തോരനിൽ ചേർക്കാനായി തേങ്ങ വറുത്തെടുക്കാം. ചെറിയ ഉള്ളി പെട്ടെന്ന് വെന്ത് വരാൻ വേണ്ടി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. തേങ്ങ നല്ല ഗോൾഡൻ കളർ ആകുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഉള്ളിയും തക്കാളിയും ഒക്കെ നന്നായി വരണ്ടു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലക്കൂട്ടുകൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മസാല എന്നിവ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ചിക്കൻ തോരൻ തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. മസാലക്കൂട്ടുകളുടെ പച്ച മണം മാറിയതിനു ശേഷം അതിലേക്ക് കഴുകി മാറ്റി വെച്ചിരുന്ന 1 കിലോ ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കനിലേക്ക് ഈ അരപ്പെല്ലാം യോജിപ്പിച്ചതിന് ശേഷം കുറച്ചു നേരത്തേക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഞാനിവിടെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ചിക്കനിൽ നിന്നുള്ള വെള്ളം ഇറങ്ങിയാണ് ഇത് വേകുന്നത്. ചിക്കൻ ഇപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ വറ്റിയതിനു ശേഷം വറുത്ത് വെച്ചിരുന്ന തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങയും കൂടി ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കാം.
ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വളരെ രുചികരമായ ചിക്കൻ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കണം.